Okay, so hi students, good morning. So in last class നമ്മൾ stresses acting on an arbitrary plane basic conceptum ഒരു simple problem ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോവാം. Okay. അപ്പോൾ ഒരു നെക്സ്റ്റ് ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം ഇത്. Here your sigma xx value is given, sigma yy value is given, sigma zz value is given, tau xy value, tau yz value and tau xz value is given. Okay, so that means a complete stress vector is given, stress matrix is given, right? എന്ന് വെച്ചാൽ എനിക്ക് ഇതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. സിഗ്മ is equal to 40 120 പിന്നെ സിഗ്മ സെറ്റ് സെറ്റ് അതും 120 തന്നെയാണ്. ടോ എക്സ് വൈ എത്രയാ 72 ടോ വൈ സെറ്റ് എത്രയാ 46 ടോ വൈ സെറ്റ് അല്ലേ വൈ സെറ്റ് is 46 ടോ എക്സ് സെറ്റ് is 32 ഇതാണ് സ്ട്രെസ് മെട്രിക്സ്. ഇങ്ങനെ വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇൻ ജനറൽ മെഗാ പാസ്കൽ ആയിട്ട് വേണമെങ്കിലും ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, നൗ ഈ ഒരു കേസിലെല്ലാം your LMN value is inclined of it is making 48 degree with x axis, 61 degree with y axis and 90 degree with z axis. Okay, ഇതാണ് condition. So that means your L is equal to, so here stress values എല്ലാം given values ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് പറഞ്ഞത്, കാൽക്കുലേറ്റ് ദ നോർമൽ ഷിയർ ആൻഡ് റിസൾട്ടന്റ് സ്ട്രെസ്സസ് അല്ലെ കാണാൻ പറഞ്ഞത്. സിഗ്മ പി എൻ, സിഗ്മ ടോ എസ് ആൻഡ് സിഗ്മ റിസൾട്ടന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് കാണണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് വേണ്ട സാധനം ഇതിപ്പം LMN വാല്യൂ അല്ല തന്നെ, ഇത് അതിന്റെ ഒരു ഇൻക്ലിനേഷൻ ആണ്. 48 ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ്, 61 ഡിഗ്രി വിത്ത് വൈ ആക്സിസ് ആൻഡ് 90 ഡിഗ്രി വിത്ത് സെഡ് ആക്സിസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് LMN വാല്യൂ കണ്ടുപിടിക്കാം അല്ലെ. L is equal to cos 48 degree, M is equal to cos 61 degree and N is equal to cos 90 degree, right? എന്ന് വെച്ചാൽ യുവർ എൽ വാല്യൂ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് യുവർ എൽ എം എൻ വാല്യൂസ് നമുക്ക് കണ്ടെത്താം. സോ യുവർ എൽ വാല്യൂ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് കോസൈൻ വാല്യൂ കാണാം. ഇത് 0.669 എന്ന് കിട്ടും, റൈറ്റ്? 0.669 ആൻഡ് എം വാല്യൂ ഇറ്റ് വിൽ ബി 0.484 ആൻഡ് എൻ വാല്യൂ നമുക്കറിയാം കോസ് 90 എല്ലാവർക്കും അറിയാം എൻ വാല്യൂ 0 ആയിരിക്കും, റൈറ്റ്? സോ യുവർ എൽ എം എൻ വാല്യൂ എന്ന് പറയുന്നത് എൽ വാല്യൂ ഇസ് 0.669, എം വാല്യൂ ഇസ് 0.484 ആൻഡ് എൻ വാല്യൂ ഇസ് n equal to 0, റൈറ്റ്? നൗ നമുക്ക് പിന്നെ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്ന ഒന്ന് റിസൾട്ടന്റ് സ്ട്രെസ് ആണ് അല്ലെ. നമുക്കറിയാം നമ്മളെ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ടു ഫൈൻഡ് ദ റിസൾട്ടന്റ് സ്ട്രെസ്. നമുക്ക് റിസൾട്ടന്റ് സ്ട്രെസ് കാണാൻ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആണ് ഉള്ളത് അല്ലെ. അതാണ് ഈ ഒരു പ്രോബ്ലത്തിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. സോ സിഗ്മ ആർ ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ പി എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ പി വൈ സ്ക്വയർ പ്ലസ് സിഗ്മ പി സെഡ് സ്ക്വയർ. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, റൈറ്റ്? എന്ന് വെച്ചാൽ സിഗ്മ പിയുടെ എക്സ് കോമ്പണന്റ് സ്ക്വയർ പ്ലസ് സിഗ്മ പിയുടെ വൈ കോമ്പണന്റ് സ്ക്വയർ പ്ലസ് സിഗ്മ പിയുടെ സെഡ് കോമ്പണന്റ് സ്ക്വയർ. നോ സിമിലർലി യുവർ റിസൾട്ടന്റ് സ്ട്രെസ്സിന് ഒരു ഇക്വേഷൻ കൂടി ഉണ്ടായിരുന്നു. എന്തായിരുന്നു? സിഗ്മ പി നോർമൽ സ്ക്വയർ പ്ലസ് ടോ പി എസ് സ്ക്വയർ, അല്ലെങ്കിൽ നോർമൽ സ്ട്രെസ്സിന്റെ സ്ക്വയർ പ്ലസ് ഷിയർ സ്ട്രെസ്സിന്റെ സ്ക്വയർ. ഓക്കെ, അതിന്റെ കംപ്ലീറ്റ് സ്ക്വയർ റൂട്ട് വാല്യൂ വിൽ ഓൾസോ ഗിവ് യു ദ സെയിം റിസൾട്ട്. ഫൈൻ. പക്ഷെ നമുക്ക് റിസൾട്ടന്റും കാണണമായിരുന്നു, സിഗ്മ പി എന്നും കാണണം, ടോ പി എസും കാണണം. അപ്പൊ ഇത്രയും ഈ മൂന്ന് വാല്യൂസും നമുക്ക് ഇവിടെ കാണണം, റൈറ്റ്? അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഫസ്റ്റ് എടുക്കുന്നതിൽ അർത്ഥമില്ല, റൈറ്റ്? അപ്പൊ എന്ത് ചെയ്യാം? സിഗ്മ പി എക്സ് പി വൈ പി സെഡ് കണ്ടുപിടിക്കാം, അതിനുശേഷം റിസൾട്ടന്റ് കണ്ടുപിടിക്കാം, റൈറ്റ്? അപ്പൊ അങ്ങനെയാണെങ്കിൽ സിഗ്മ പി എക്സ് അല്ലെ, സിഗ്മ പി എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ഗിവൺ ആസ് എൽ സിഗ്മ എക്സ് എക്സ് പ്ലസ് എം ടോ എക്സ് വൈ പ്ലസ് എൻ ടോ എക്സ് സെഡ്, റൈറ്റ്? എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ട്രെസ് മെട്രിക്സിന്റെ കോമ്പണൻസ് സിഗ്മ എക്സ് എക്സ് ടോ എക്സ് വൈ ആൻഡ് ടോ എക്സ് സെഡ് നിരത്തി എഴുതുക. എൽ ഇൻറ്റു എൽ എം ആൻഡ് എൻ. ഓക്കെ, എൽ എം എൻ എക്സിന്റെ എക്സ് കോമ്പണന്റ് എൽ ആണ്, എം വൈ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് എം ആണ്, സെഡ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് എൻ ആണ് അല്ലെ. സോ സിഗ്മ പി എക്സ് ഇസ് ഈക്വൽ ടു എൽ സിഗ്മ എക്സ് എക്സ് പ്ലസ് എം ടോ എക്സ് വൈ പ്ലസ് എൻ ടോ എക്സ് സെഡ് എന്ന് കിട്ടും. സിമിലർലി സിഗ്മ പി വൈ എന്ന് പറഞ്ഞാൽ എൽ ടോ വൈ എക്സ് പ്ലസ് എം സിഗ്മ വൈ വൈ പ്ലസ് എൻ ടോ വൈ സെഡ് എന്ന് കിട്ടും. സിമിലർലി സിഗ്മ പി സെഡ് എന്ന് പറഞ്ഞാൽ എൽ ടോ സെഡ് എക്സ് പ്ലസ് എം ടോ സെഡ് വൈ പ്ലസ് എൻ സിഗ്മ സെഡ് സെഡ് എന്ന് കിട്ടും. ഓക്കെ, നൗ ഈ കോമ്പിനേഷൻ ഓഫ് ഇക്വേഷൻ ആണ് നമ്മൾ എന്ത് പറയാം? കോഷീസ് ഇക്വേഷൻ എന്ന് പറയാം അല്ലെ. കോഷീസ് ഇക്വേഷൻ ഞാൻ വീണ്ടും റിമൈൻഡ് ചെയ്യാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് കോൾഡ് കോഷീസ് ഇക്വേഷൻ, റൈറ്റ്? നമ്മൾ ഓൾറെഡി ഇതിന്റെ കോഷീസ് ഇക്വേഷന്റെ കൺസെപ്റ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, റൈറ്റ്? ഓക്കെ,
Now നമുക്ക് നോക്കാം ഇനി ഇവിടെ എല്ലാ കോമ്പണൻസും തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. Now ഇവിടെ L value, yes, L value is given, sigma xx value is also given, m തന്നിട്ടുണ്ട്, tau xy തന്നിട്ടുണ്ട്, n തന്നിട്ടുണ്ട്, tau xz തന്നിട്ടുണ്ട്. Similarly ഇതിലെല്ലാ കോമ്പണൻസും തന്നിട്ടുണ്ട്, lmn വാല്യൂയും തന്നിട്ടുണ്ട്, right? So that means you can easily find out the value for sigma px, py and pz. അപ്പോൾ നോക്കാം. So sigma px value കാണാൻ L value നമുക്ക് കിട്ടി 0.669 ആണ് into sigma xx. Sigma xx is 40 plus m value is 0.484 into the corresponding value is tau xy അല്ലെ, xy value ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, it is 72 അല്ലെ. നമുക്ക് ഇങ്ങനെ തന്ന ക്വസ്റ്റ്യനെ കുറച്ച് എളുപ്പത്തിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വാല്യൂസ് എടുത്ത് നോട്ട് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, റൈറ്റ്? പിന്നെ n value 0 ആണ്, അപ്പോൾ ലാസ്റ്റ് വാല്യൂ യു കൻ നെഗ്ലക്ട് അല്ലെ. So on solving you will get the sigma px value something around 61.248 megapascal എന്ന് കിട്ടും. 61.248 megapascal എന്ന് കിട്ടും. Fine. Now similarly sigma py value കാണുകയാണെങ്കിൽ again substituting 0. L value substitute ചെയ്തു 669 into എത്രയാണ് tau yx tau xy എന്നാണ്, it is 72 plus m value നമുക്കറിയാം, m value 0.484 ആണ് into sigma yy അല്ലെ. sigma yy value തന്നിട്ടുണ്ട്, it is 120 അല്ലെ. Okay, on solving you will get the value as, രണ്ടും കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ you will get the value as 86.88 megapascal. 86.88 megapascal. Okay, ഇവിടെയും n value ഇല്ല, കാരണം n value 0 ആണ്, അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് അപ്പുറത്ത് വരുന്ന കോമ്പണന്റ് എന്തായാലും 0 ആയിട്ട് പോകും അല്ലെ. No, sigma pz is equal to എന്താ സെയിം തന്നെയാണ്, 0.669 into tau zx അല്ലെ. zx is 32, right? 32 plus m value is 0.484 into 46, right? Into 46. Okay, upon solving you will get a value as 43.672 megapascal. 43.672 megapascal എന്ന് കിട്ടും. Alright, so that means we have found out your sigma px value, py value and pz value. Now in എന്ത് ചെയ്യണം, all you have to do is to substitute these values over here to get the resultant stress. Okay, നമുക്ക് നോക്കാം. So on substituting all those values you will get sigma r is equal to എന്ത് വരും, square root of sigma px അല്ലെ, അത്ര 61.248 square plus 86.88 square plus 43.672 square, right? Now upon solving അത് നേരെ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ you will get the value something around 114.920 megapascal എന്ന് കിട്ടും. So this is your resultant stress. Okay, അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ പ്രോബ്ലം കഴിഞ്ഞു അല്ലെ. നമ്മളോട് 3 കാര്യങ്ങളാണ് കാണാൻ പറഞ്ഞത്. ഒന്ന് റിസൾട്ടന്റ് സ്ട്രെസ് ആയിരുന്നു, രണ്ടാമത് ഷിയർ സ്ട്രെസ്, പിന്നെ ഒന്ന് നോർമൽ സ്ട്രെസ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പാർട്ടായ റിസൾട്ടന്റ് സ്ട്രെസ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് ഏത് പ്രോബ്ലം ആയാലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസൾട്ടന്റ് സ്ട്രെസ് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. ചിലപ്പം പലപ്പോഴും ക്വസ്റ്റ്യനിൽ പറയില്ല, റിസൾട്ടന്റ് സ്ട്രെസ് കാണണമെന്നൊന്നും ക്വസ്റ്റ്യനിൽ പറയില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ആദ്യം കാണുന്നത് റിസൾട്ടന്റ് സ്ട്രെസ് ആണ്. ആ ഓർഡർ തന്നെ നമ്മൾ പാലിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ അഡ്വാൻസ്ഡ് മെക്കാനിസം ഓഫ് സോളിഡ്സിന്റെ ഏരിയാസ് വരുന്ന പ്രോബ്ലംസ് എല്ലാം തന്നെ അതൊരു പെർട്ടിക്കുലർ ഓർഡർ ഉണ്ട് ആ പ്രോബ്ലം ചെയ്യാൻ. ആ ഓർഡറിൽ തന്നെ പ്രൊസീഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് സൊല്യൂഷൻ കിട്ടും, റൈറ്റ്? കാരണം അതിൽ വേറെ അഡീഷണൽ ട്വിസ്റ്റും കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല, റൈറ്റ്? ഫൈൻ. അപ്പോൾ നമുക്ക് ഇനി എന്ത് കാണണം? സിഗ്മ ആർ ഇസ് ഈക്വൽ ടു നമുക്കറിയാം, ഇറ്റ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ പി എൻ സ്ക്വയർ പ്ലസ് ടോ പി എസ് സ്ക്വയർ എന്ന് വെച്ചാൽ നോർമൽ സ്ട്രെസ് സ്ക്വയർ പ്ലസ് ഷിയർ സ്ട്രെസിന്റെ സ്ക്വയർ ആണ് അല്ലെ, അതിന്റെ സ്ക്വയർ റൂട്ട്, റൈറ്റ്? അപ്പൊ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ എനിക്ക് സിഗ്മ ആർ അറിയാം ഇപ്പോ, പക്ഷെ സിഗ്മ പി എന്നും അറിയില്ല, ടോ പി എസും അറിയില്ല അല്ലെ. അപ്പൊ സിഗ്മ പി എന്നും കാണണം, ടോ പി എസ് അല്ലെങ്കിൽ നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും കാണണം അല്ലെ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് അറിയാമായിരുന്നെങ്കിൽ എനിക്ക് അടുത്ത് തന്നെ കണ്ടുപിടിക്കാം അല്ലെ. അപ്പോൾ നമുക്ക് ഒരു വാല്യൂ കണ്ടെത്താനുള്ള നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് അല്ലെ. And the stress sigma pn normal stress, there is a standard equation, and that standard equation is given as L square sigma xx plus m square sigma yy plus
n square sigma zz plus 2 lm tau xy plus 2 mn tau yz plus 2 nl tau zx. Right. So ഈ ഇക്വേഷൻ ഓർത്തിരിക്കേണ്ട എളുപ്പവഴി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൽ സ്ക്വയർ ആണ് അല്ലെ, എക്സിന്റെ കോമ്പണന്റ് ആണ് ഡയറക്ഷൻ കൊസൈൻ എൽ. രണ്ട് എക്സ് ഉണ്ട്, രണ്ട് എൽ വന്നു, എൽ ഇൻറ്റു എൽ, എൽ സ്ക്വയർ. റൈറ്റ്. വൈയുടെ ഡയറക്ഷൻ കൊസൈൻ ആണ് എം അല്ലെ, അപ്പോൾ രണ്ട് വൈ ഉണ്ട്, എമ്മിന്റെ എം രണ്ട് തവണ എം സ്ക്വയർ, സെഡ് അതേപോലെ രണ്ടെണ്ണം ഉണ്ട്, എൻ സ്ക്വയർ. ഓക്കെ. ഇനി അടുത്ത കേസ് എക്സും വൈയും ആണ് ഉള്ളത് അല്ലെ, ഇവിടെ ടോ എക്സ് ആൻഡ് വൈ ആണ് ഉള്ളത്. അപ്പോൾ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എൽ ആണ്, വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എം ആണ്. 2 times lm into tau xy. Similarly yz mn, zx nl, ഇങ്ങനെ കോമ്പണൻസ് നമുക്ക് കിട്ടും. ഫൈൻ. ഓക്കെ. നൗ നമുക്ക് ഓരോ വാല്യൂസ് നോക്കാം. നമുക്കറിയാം, നമുക്ക് ഓൾറെഡി പ്രീവിയസ്ലി നമുക്ക് ഇതിൽ എല്ലാ വാല്യൂസും നമ്മുടെ കയ്യിലുണ്ട്. യുവർ എൽ വാല്യൂ is 0.669, m 0. നമുക്ക് എൽ വാല്യൂ is 0.669, m വാല്യൂ is 0.484 അല്ലെ, 0.484 ഇതാണ് m വാല്യൂ. റൈറ്റ്. n വാല്യൂ 0 ആണ്. റൈറ്റ്. Therefore on expanding this one നമുക്കറിയാം l സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.669 the whole square into സിഗ്മ എക്സ് എക്സ് വാല്യൂ അല്ലെ, സിഗ്മ എക്സ് എക്സ് വാല്യൂ നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, എത്രയാണ്, 40 ആണ് അല്ലെ. സിഗ്മ എക്സ് എക്സ് വാല്യൂ is 40 പ്ലസ് എം സ്ക്വയർ അല്ലെ, 0.484 സ്ക്വയർ ഇൻറ്റു സിഗ്മ വൈ വൈ അല്ലെ, സിഗ്മ വൈ വൈ is 120 അല്ലെ, ഇൻറ്റു 120 പ്ലസ് എൻ സ്ക്വയർ, n 0 ആണ്, അപ്പോൾ ആ കംപ്ലീറ്റ് ടേം 0 ആവും, അപ്പോൾ നമുക്ക് അതിൽ അധികം ബോധപ്പെടാവേണ്ട ആവശ്യമില്ല. ഇൻറ്റു 2 ടൈംസ് എൽ വാല്യൂ 0.669 ഇൻറ്റു 0.484 ഇൻറ്റു ടോ എക്സ് വൈ. റൈറ്റ്. ഇൻറ്റു ടോ എക്സ് വൈ. ടോ എക്സ് എന്ന് പറഞ്ഞാൽ 72 വരും അല്ലെ, 72 പ്ലസ് 2 ടൈംസ് എം വാല്യൂ is 0.484 ഇൻറ്റു എൻ, n 0 ആണ്, അപ്പോൾ ഒറ്റയടിക്ക് ആ ടേം കംപ്ലീറ്റ് ആയിട്ട് പോകും. സിമിലർലി എൻ എൽ വരുന്ന സമയത്ത് ഇവിടെ ഒരു എൻ വാല്യൂ വരുന്നുണ്ട്, അപ്പോൾ എൻ വാല്യൂ വരുന്നതുകൊണ്ട് തന്നെ ആ കംപ്ലീറ്റ് ടേമും കൂടെ 0 ആവും. സോ ദാറ്റ് മീൻസ് ഇതുവരെയുള്ള ടേം മാത്രമേ ഉള്ളൂ. Now you can solve this. Okay, substitute all those values and upon solving you will get the normal value sigma p n value. നമുക്കിത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഇങ്ങനെ കിട്ടും, 83.26 മെഗാപാസ്കൽ എന്ന് കിട്ടും. ഓക്കെ. സോ 83.26 മെഗാപാസ്കൽ എന്ന് കിട്ടും. സോൾവ് ചെയ്ത് നോക്കുക, സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യണം. നമുക്ക് ഈ ഒരു പോയിന്റിൽ നമുക്ക് പോസ് ചെയ്യാം, അതിനുശേഷം സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ. So sigma p value, pn value is coming as 83.26 megapascal. Okay. Now, so we have resultant sigma r is equal to root over sigma p n square plus tau p s square ആണ്. Right. ഇതിൽ sigma pn value കിട്ടി, sigma r value കിട്ടി. ഇനി എന്ത് വേണം? ആകെ റിസൾട്ടന്റ് tau ps മാത്രമേ കാണാനുള്ളൂ. ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അത് കണ്ടെത്താം അല്ലെ. അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് tau ps is equal to square root of sigma r square minus sigma p n square അല്ലെ, വെച്ചാൽ റിസൾട്ടന്റ് സ്ക്വയർ മൈനസ് നോർമൽ സ്ട്രെസിന്റെ സ്ക്വയർ അല്ലെ, സ്ക്വയർ റൂട്ട് ഓഫ് റിസൾട്ടന്റിന്റെ വാല്യൂ നമുക്കറിയാം, നമുക്ക് ഇവിടുന്ന് ഓൾറെഡി വാല്യൂ കിട്ടിയിരുന്നു. സിഗ്മ ആർ വാല്യൂ നമുക്ക് എത്ര വരുന്നത്, സിഗ്മ ആർ വാല്യൂ 114.920 അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 114.920 ദ ഹോൾ സ്ക്വയർ മൈനസ് സിഗ്മ പി എൻ സ്ക്വയർ നമുക്ക് ഇവിടെ കിട്ടി 83.26 എന്ന് കിട്ടി സ്ക്വയർ. Upon solving this, you will get the value as 79.20 megapascal. Correct. ഇതോടുകൂടി നമുക്ക് എല്ലാ വാല്യൂയും കിട്ടി, റിസൾട്ടന്റ് കിട്ടി, നോർമൽ സ്ട്രെസ് വാല്യൂ കിട്ടി, അതേപോലെ ഷിയർ സ്ട്രെസ് വാല്യൂയും കിട്ടി. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഒരു പ്രോബ്ലത്തിന്റെ കേസിൽ വരുന്നത്. ഓക്കെ. ഇനി പിന്നെ നമ്മൾ പലപ്പോഴും ഈ ഒരു കേസ്, ഇതുപോലത്തെ കുറച്ച് ശരിക്കും ഒരു അഡ്വാൻസ്ഡ് കേസ് വരുന്ന സമയത്ത് നമ്മൾ അത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൺസെപ്റ്റിലേക്ക് ഒന്നുകൂടെ തിരിച്ചു വന്നിട്ട് ഒന്ന് നോക്കണം, നമ്മൾ ഇത് എന്താണ് സത്യത്തിൽ കണ്ടുപിടിച്ചതെന്നൊന്ന് ഒന്ന് ഒരു തിരിച്ചു പോക്ക് നടത്തണം. അങ്ങനെയാണെങ്കിൽ ആ കൺസെപ്റ്റ് നമുക്ക് ശരിക്കും ഒന്ന് ഉറച്ചു നിൽക്കുള്ളൂ. ഓക്കെ. അപ്പോൾ ഒരു ജനറൽ ഓവർവ്യൂ പോലെ ഒരു കാര്യം കൂടെ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ആർബിട്രറി, നമ്മളൊരു എക്സ് വൈ സെഡ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നമ്മളിവിടുന്ന് നമുക്കൊരു സ്റ്റാൻഡേർഡ് കേസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, നമ്മളതിന്റെ പെർട്ടിക്കുലർ വാല്യൂ
നമ്മൾ ഒരു ആർബിട്രറി പ്ലെയിൻ അവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ട് ആ പ്ലെയിനിലെ വാല്യൂസ് നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്തത്. ആർബിട്രറി പ്ലെയിൻ നമ്മളവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഒരു ആർബിട്രറി പ്ലെയിൻ പ്ലോട്ട് ചെയ്യാനായിരുന്നു. ഓക്കെ, അപ്പൊ ഞാനത് കംപ്ലീറ്റ് കാര്യം ഈ ഒരു കേസിൽ ഒന്ന് പ്ലോട്ട് ചെയ്ത് കാണിക്കാം. നമുക്കിത് എങ്ങനെയാണ് നമ്മൾ എന്താണ് സത്യത്തിൽ കണ്ടുപിടിച്ചതെന്നുള്ളത്. റൈറ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ ഒരു 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 നമ്മളെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം അല്ലെ. ഇതാണ് സ്ട്രെസ് അറ്റ് എ പോയിന്റ്. നമ്മുടെ സ്ട്രെസ് അറ്റ് എ പോയിന്റ് നമ്മളൊരു ക്യൂബ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. റൈറ്റ്. അതാണ് സ്ട്രെസ് അറ്റ് എ പോയിന്റ്. സിഗ്മ എക്സ് എക്സ്, ടോ എക്സ് വൈ, സിഗ്മ വൈ വൈ എല്ലാ കോമ്പണൻസും. റൈറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞാൽ നമ്മളോട് ഇപ്പൊ കാണാൻ പറഞ്ഞത്, ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് കാണാൻ പറഞ്ഞത് ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു പ്ലെയിൻ ഒരു ആംഗിളിൽ ഇതിനങ്ങ് കട്ട് ചെയ്തു. ഓക്കെ, ഏതാണ്ട് ഈ ഒരു ഇതിൽ കട്ട് ചെയ്തു. ഓക്കെ, ഈ പ്ലെയിന്റെ അഡ്രസ്, ഓക്കെ, ഞാൻ പറഞ്ഞു ആ പ്ലെയിന്റെ പൊസിഷൻ ആണ് അതിന്റെ ആ പ്ലെയിന്റെ എക്സാക്ട് പൊസിഷൻ പറയണമെങ്കിൽ എന്ത് വേണം? ഈ നോർമല് എക്സ് ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും ഈ ഈ ഈ നോർമല് വൈ ആക്സിസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആംഗിളും ഈ നോർമല് സെഡ് ആക്സിസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആംഗിളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കംപ്ലീറ്റ് ആയി. ശരിയല്ലേ? ആ ഒരു പ്ലെയിനിനെ എനിക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ അതിന്റെ നോർമല് 3 ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണെന്ന് കറക്റ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റണം അല്ലെ. ആ വാല്യൂസ് ആണ് നമുക്ക് തന്നെ. അപ്പൊ അത് കിട്ടിക്കഴിയുമ്പോൾ എന്തായി, അത് നമുക്ക് എന്ത് വരും? അതിന്റെ ഡയറക്ഷൻ കൊസൈൻസ് വരും. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു പ്ലെയിനിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിന്റെ ഡയറക്ഷൻ കൊസൈൻസ് വെച്ചിട്ടാണ്. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് ഒന്നുകൂടെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഞാൻ ഒന്നുകൂടെ വരക്കാം. അത് ആ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഒന്നുകൂടെ വരക്കാം. ഓൾറെഡി പറഞ്ഞതാണ്, ബട്ട് സ്റ്റിൽ ഇനി ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ഒന്നുകൂടെ കുറച്ചുകൂടെ ബെറ്റർ ക്ലാരിറ്റി അല്ലെങ്കിൽ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടുക. ഓക്കെ, അപ്പൊ നോക്കാം. ഇതാണ് എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് സെഡ് ആക്സിസ് അല്ലേ. ഇതില് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതായിരുന്നു എന്റെ സ്ട്രെസ് അറ്റ് എ പോയിന്റ്. സ്ട്രെസ് അറ്റ് എ പോയിന്റിനെ നമ്മളൊരു ക്യൂബ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. റൈറ്റ്. ഇതാണ് എന്റെ സ്ട്രെസ് അറ്റ് എ പോയിന്റ്. ഫൈൻ. ഓക്കെ, അപ്പൊ ഇതില് സ്ട്രെസ് അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് എക്സ് ഉണ്ട്, സിഗ്മ വൈ വൈ ഉണ്ട്, അതേപോലെ സിഗ്മ സെഡ് സെഡ് ഉണ്ട്, അതേപോലെ ടോ എക്സ് വൈ ഉണ്ട്, ടോ എക്സ് സെഡ് ഉണ്ട്, അങ്ങനെ എല്ലാ കോമ്പണൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നൊരു വാല്യൂ പറയുന്നത്, നമുക്ക് ക്വസ്റ്റ്യനിൽ സിഗ്മ എക്സ് എക്സ് തന്നിട്ടുണ്ട്, സിഗ്മ വൈ വൈ തന്നിട്ടുണ്ട്, ടോ എക്സ് വൈ തന്നിട്ടുണ്ട്, ടോ വൈ സെഡ് തന്നിട്ടുണ്ട്, ടോ സെഡ് എക്സ് തന്നിട്ടുണ്ട്, സിഗ്മ സെഡ് സെഡ് വാല്യൂ തന്നിട്ടുണ്ട് അല്ലെ. എന്ന് വെച്ചാൽ ഈ സ്ട്രെസ് അറ്റ് എ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ വാല്യൂസും നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ഡാറ്റയാണ്. റൈറ്റ്. എല്ലാ വാല്യൂസും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റൈറ്റ്. അപ്പൊ നമ്മളോട് പറയാണ്, ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യത്തിലാണ് എന്താ പറഞ്ഞത് വെച്ചാല് ഡിറ്റർമിൻ ദ നോർമൽ ആൻഡ് ഷിയർ സ്ട്രെസ്സസ് ആക്ടിങ് ഓൺ എ പ്ലെയിൻ. ഏത് പ്ലെയിനില്? ഒരു പർട്ടിക്കുലർ പ്ലെയിനിന്റെ അകത്തുള്ള ഏതോ ഒരു പ്ലെയിൻ. ഓക്കെ, ഡിറ്റർമിൻ ദ normal and shear stresses acting on a plane making എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ കൊസൈൻസ് മേക്കിംഗ് ആൻ ആംഗിൾ ഇങ്ങനെയാണ് പറഞ്ഞത്. നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, സെയിം കളർ ആയിപ്പോയി. ഓക്കെ, ഓക്കെ, ഇവിടെ ഇത് ഒരു നോർമൽ അല്ലേ. നമ്മളൊരു പ്ലെയിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്ലെയിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് നോർമൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്ലെയിനെ എനിക്ക് കംപ്ലീറ്റ് ഡിഫൈൻ ചെയ്ത് എന്ത് പറഞ്ഞാൽ മതി? ഈ നോർമൽ എക്സ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ഈ എക്സ് ആക്സിസിന് എത്ര ഓറിയന്റേഷനിലാണ് ഈ എൻ ഉള്ളതെന്ന് പറയാൻ മതി. അതേപോലെ വൈന്ന് എത്ര ഓറിയന്റേഷനിലാണ് എൻ ഇല്ലെന്ന് പറയാം, സെഡിന്ന് എത്ര ഓറിയന്റേഷനിലാണ് ഈ എൻ ഇല്ലെന്ന് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലെയിൻ അവിടെ ഡിഫൈൻഡ് ആയി അല്ലെ. ആ ഒരു നോർമൽ അവിടെ ഡിഫൈൻഡ് ആയി എന്ന് വെച്ചാൽ ആ നോർമല് വഹിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്ലെയിൻ അവിടെ ഡിഫൈൻഡ് ആയി. റൈറ്റ്. അതാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നത് അല്ലെ. ലെറ്റ് ദിസ് ആംഗിൾ ബി തീറ്റ 1. ഈ എൻ എന്ന് പറഞ്ഞ നോർമല് എക്സ് ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ 1 ആയിക്കോട്ടെ, വൈ ആക്സിസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് തീറ്റ 2 ആയിക്കോട്ടെ, ആൻഡ് സെഡ് ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്നത് തീറ്റ 3 ആയിക്കോട്ടെ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. തീറ്റ 1 എന്ന് പറഞ്ഞ വാല്യൂ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത്. ആ ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂ എൻ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയായിരുന്നു? 48 ഡിഗ്രി ആണെന്ന് തോന്നുന്നുണ്ട്, ഓർമ്മ ശരിയാണെങ്കിൽ. 1 സെക്കൻഡ്. x-axis, yes, it is making 48 degree അല്ലെ. 48 degree with x-axis, 61 degree with y-axis. n-axis ആയിട്ട് 0 ആണ് മേക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വരച്ചത് ക്ലിയർ അല്ല. z-axisലാണ് നോർമൽ വരിക. ഓക്കെ, അപ്പോൾ ദാറ്റ് ഇസ് മേക്കിംഗ് 0 വിത്ത് z-axis. ഓക്കെ, അപ്പൊ അതാണ് അവിടുത്തെ കൺസെപ്റ്റ്. റൈറ്റ്. എന്ന് വെച്ചാൽ ഇവിടെ പ്ലെയിൻ കട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയല്ല, കറക്റ്റ് സെഡ് ആക്സിസിന് പാരലൽ ആയിട്ടാണ് പ്ലെയിൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് അവിടുത്തെ കണ്ടീഷൻ. റൈറ്റ്. എന്ന് വെച്ചാൽ ഏതാണ്ട് ഇതുപോലെ ഉണ്ടാവുക. ഇതിപ്പോ എക്സ്
ആക്ച്വൽ കേസ് എടുത്താൽ എക്സ് വൈ സെഡ് ആണ്. റൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്യൂബ് എങ്കിൽ ഇവിടെ പ്ലെയിൻ കട്ട് ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഇങ്ങനെയാണ്. ഞാൻ നേരത്തെ ഒരു ആർബിട്രറി ആയിട്ട് വരച്ചതാണ്. ആക്ച്വലി ഇവിടെ ഇങ്ങനെയാണ് പ്ലെയിൻ കട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. സെഡ് ആക്സിസ് ആണ് അതിന്റെ നോർമൽ. ഓക്കെ, എന്ന് വെച്ചാൽ സെഡ് ആക്സിസ് ആയിട്ട് അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ 0 ആണ്. അതാണ് അവസ്ഥ. അപ്പൊ അങ്ങനെയാണ് ഉള്ളത് പ്ലെയിൻ. റൈറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പിന്നെ ആ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന നോർമൽ സിഗ്മ, ആ പ്ലെയിനിലെ നോർമൽ സ്ട്രെസ്സും അതുപോലെ തന്നെ അതിൽ ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് കോമ്പണന്റും കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞത്. റൈറ്റ്. ആ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന നോർമൽ സ്ട്രെസ്സും ആ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്സും. റൈറ്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു കേസാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാൽക്കുലേഷൻ മെത്തേഡ്സ് ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. റൈറ്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഏതൊരു ആർബിട്രറി പ്ലെയിൻ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ആ ആർബിട്രറി പ്ലെയിനിലെ സ്ട്രെസ്സസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് മതി? ഈ ഒരു സെറ്റ് ഓഫ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഈ ഒരു ഓർഡറിൽ സൊല്യൂഷൻ ചെയ്താൽ മാത്രം മതി. അത്രേ വേണ്ടു. സുന്ദരമായിട്ട് സൊല്യൂഷൻ കണ്ടെത്താം. റൈറ്റ്. ഇതാണ് നമ്മുടെ ഒരു പ്രോബ്ലം. നമുക്കിനി ഇതിന്റെ കുറച്ചുകൂടെ ഒരു കുറച്ച് അടുത്തൊരു കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ അടുത്തൊരു ഒരു ചെറിയൊരു ഡിഫറൻസ് എങ്ങനെ വരുന്നുള്ള ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഒരു ഏരിയയിലെ. ഓക്കെ, നൗ സോ ദ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: the state of stress at a point in a body the state of stress at a point in a body is given by sigma is equal to 1 3 2 3 2 1 2 1 minus 1 megapascal. Okay, determine the normal and shear stresses on a plane which is equally inclined to all the three axes. Okay, right. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. യു കൻ എക്സ്പെക്ട് ദിസ് ഫോർ യുവർ എക്സാം. റൈറ്റ്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്? സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് അറ്റ് എ പോയിന്റ്, യെസ് തന്നിട്ടുണ്ട് അല്ലെ. സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് അറ്റ് എ പോയിന്റ് ഈസ് ഗിവൺ. റൈറ്റ്. These are the values. എന്ന് വെച്ചാൽ your sigma xx വാല്യൂ തന്നിട്ടുണ്ട്, sigma y sigma xx തന്നു, sigma y sigma zz, tau xy, tau yz, tau zx എല്ലാ വാല്യൂസും നമുക്ക് ഇവിടെ ഗിവൺ ആണ് അല്ലെ. Now determine the normal and shear stresses acting on a plane which is equally inclined to the three axes. Okay, which is equally inclined. ഇതാണ് ഇവിടുത്തെ ഒരു. നമുക്ക് ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മളോട് കാണാൻ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും കാണണം അല്ലെ. സിഗ്മ പി എന്നും കാണണം, എന്താണ് ടോ പി എസ് വാല്യൂയും കാണണം. ഇത് രണ്ടും കാണണമെങ്കിൽ എന്ത് വേണം? റിസൾട്ടന്റ് സ്ട്രെസ്സും കാണണം. എന്ന് വെച്ചാൽ ഇത് is equal to the previous problem, സെയിം തന്നെയാണ്. ഓക്കെ, ഇത് വേറെ കാര്യങ്ങളൊന്നും വരുന്നില്ല. യു ഹാവ് ടു ഫൈൻഡ് റിസൾട്ടന്റ് സ്ട്രെസ്, നോർമൽ സ്ട്രെസ് ആൻഡ് അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഫൈൻഡ് ദ റിസൾട്ടന്റ് സ്ട്രെസ്. as a second step you will have to find the normal stress, and as a third step you will have to find the shear stress. Okay, അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഫൈൻ. ഇത് കാണണമെങ്കിൽ നമുക്കറിയാം സ്ട്രെസ് കോമ്പണൻസ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇത് ഇനി ഫർദർ പ്രൊസീഡ് ചെയ്യണമെങ്കിൽ all you require is the values of L അറിയില്ല, M അറിയില്ല, N വാല്യൂ അറിയില്ല. റൈറ്റ്. ഈ മൂന്ന് വാല്യൂസും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയുള്ളൂ. ഫൈൻ. അപ്പോൾ ഇത് മൂന്നും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പക്ഷെ നമുക്കൊരു ഹിന്റ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എന്താ പറയുക? ഇറ്റ് ഇസ് ഈക്വലി ഇൻക്ലൈൻഡ് ടു ഓൾ ദ ത്രീ ആക്സിസ്. ഈക്വലി ഇൻക്ലൈൻഡ് എന്ന് വെച്ചാൽ എന്റെ പ്ലെയിൻ എന്ന് പറയുന്നത് ഇപ്പം എക്സ് വൈ സെഡ് ആക്സിസിൽ ഉണ്ടാവുന്ന എന്റെ പ്ലെയിൻ, എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് സെഡ് ആക്സിസ് എന്നുള്ള പ്ലെയിൻ, ഇവിടെ ഒരു പ്ലെയിൻ ഞാൻ ഇവിടെ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലെയിൻ മൂന്ന് ആക്സിസുമായിട്ട് ഈക്വലി ഇൻക്ലൈൻഡ് എന്ന് വെച്ചാൽ ഇത് എക്സ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും വൈ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും
Z ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും ഈക്വൽ ആണെന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, സോ ഈക്വൽ ആംഗിൾസ് ആണ് അത് മേക്ക് ചെയ്യുന്നത്, റൈറ്റ്? സോ ദാറ്റ് മീൻസ് ഒരു ഗിവൺ കണ്ടീഷൻ എന്ന് പറയുന്നത്, സോ ആസ് പെർ ദ ക്വസ്റ്റ്യൻ നമുക്കറിയാം, നമുക്ക് തന്നൊരു ഹിന്റ് എന്ന് പറഞ്ഞാൽ യുവർ L ഇസ് ഈക്വൽ ടു M ഇസ് ഈക്വൽ ടു N എന്നുള്ളതാണ് ഒരു കണ്ടീഷൻ. ഓക്കെ, പിന്നെ ഡയറക്ഷൻ കൊസൈൻസിന് ഒരു പ്രോപ്പർട്ടി കൂടി ഉണ്ട്. എന്താ വെച്ചാല് സ്ക്വയർ ഓഫ് ഈച്ച് ഡയറക്ഷൻ കൊസൈൻ, ദ summation ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഈച്ച് ഡയറക്ഷൻ കൊസൈൻസ് വിൽ ബി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾ പഴയ നിങ്ങളെ പിന്നെ സ്കൂൾ മാത്സ് അല്ലെങ്കിൽ പ്ലെയിൻസ് പഠിച്ചു, എനിക്കൊന്ന് മിക്കവാറും നിങ്ങൾ +1 ഫിസിക്സിലായിരിക്കും ഇത് പഠിച്ചിട്ടുണ്ടാവുക. സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടാവും, അതിനുശേഷം പ്ലെയിൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടാവും, +1 അല്ലെങ്കിൽ +2. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ്റെ ഒരു ചാപ്റ്റർ ഉണ്ട്, അതിന്റെ കുറെ പ്രോബ്ലംസ് പരിപാടിയൊക്കെ. അതിനുശേഷം വരുന്നൊരു ചാപ്റ്റർ ആണ് പ്ലെയിൻസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, ഓർമ്മയുണ്ടെങ്കിൽ വളരെ നല്ലതാണ്, റൈറ്റ്? അപ്പൊ അതില് ഇങ്ങനെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. എന്താ വെച്ചാൽ ഡയറക്ഷൻ കൊസൈൻസിന്റെ കേസിൽ ഈ ഒരു കണ്ടീഷൻ എപ്പോഴും സാറ്റിസ്ഫൈ ആവണം. എന്ന് വെച്ചാൽ L² പ്ലസ് M² പ്ലസ് N² മസ്റ്റ് ബി ഈക്വൽ ടു 1. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിന്റെ കേസിൽ യുവർ L വാല്യൂ വാസ് 0.669 ആയിരുന്നു, അല്ലെ? M വാല്യൂ 0.484 ആയിരുന്നു, റൈറ്റ്? ഇതിന്റെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ, ഈ ഒരു 3 കേസിന്റെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ L² പ്ലസ് M² പ്ലസ് N² എടുക്കുകയാണെങ്കിൽ L² 0.669 the whole square plus 0.484 the whole square plus 0 square. ഓക്കെ, നമുക്ക് നോക്കാം. എപ്പോഴും ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ മാത്രമേ അത് ഡയറക്ഷൻ കൊസൈൻസ് ആവുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. 0.669 സ്ക്വയർ എത്രയാണ് വരിക നോക്കാം. 0.669 it is 0.4475. ഓക്കെ, പ്ലസ് 0.484 into 0.484 അല്ലെ, അല്ലെങ്കിൽ 0.484 സ്ക്വയർ, right? It comes around 0.61 0.484 square. Okay, so there is some error with the direction cosines over here. Okay, it is 0.234 plus 0.4475, right? Okay, 0.689 ആണ് വരുന്നത്. So there is some error with this question. ഈ തന്ന വാല്യൂസിൽ അല്ലെങ്കിൽ ആംഗിൾസിൽ ഒരു എറർ ഉണ്ട്. ഓക്കെ, അത് കണ്ടെത്താൻ പറ്റിയത് നന്നായി. L വാല്യൂ, M വാല്യൂ ആൻഡ് N വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെ? പക്ഷെ ഇതിൽ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 1 അല്ല വരുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റിനിൽ തന്നതിൽ ആംഗിളിന്റെ വാല്യൂവിൽ ചെറിയ എറർ അതിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ്, ബട്ട് സ്റ്റിൽ തൽക്കാലത്ത് അങ്ങനത്തെ പ്രൊസീഡ് ചെയ്യാം. ബട്ട് യു ഹാവ് ടു, ക്വസ്റ്റ്യനിൽ അങ്ങനെയാണ് തന്നെങ്കിൽ നമുക്ക് അതിന്റെ മുകളിൽ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ബട്ട് ഇറ്റ് മസ്റ്റ് സാറ്റിസ്ഫൈ ദിസ് കണ്ടീഷൻ. എപ്പോഴും അത് സാറ്റിസ്ഫൈ ആണ്. കാരണം ഇത് നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ആവശ്യം വരും. അഡീഷണൽ ആയിട്ട് അതിന്റെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് വീണ്ടും ആവശ്യം വരും, റൈറ്റ്? ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് കണ്ടീഷൻ വരിക. സോ യുവർ L² പ്ലസ് M² പ്ലസ് N² മസ്റ്റ് ബി ഈക്വൽ ടു 1. ഓക്കെ, സോ ദാറ്റ് മീൻസ് L ഈക്വൽ ടു M ഈക്വൽ ടു N ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇറ്റ് ബി L. ഓക്കെ, L ഈക്വൽ ടു M ഈക്വൽ ടു N, അതിന് ഞാൻ L എന്ന് എടുക്കുകയാണ്. സോ ദാറ്റ് മീൻസ് 3L² is equal to 1 or L² is equal to 1/3 or 1/3 or L is equal to 1/√3 എന്ന് കിട്ടും, അല്ലെ? സോ ദാറ്റ് മീൻസ് യുവർ L ഈക്വൽ ടു M is equal to N is equal to 1/√3. എന്തിനാണ്? For an equally inclined condition. For an equally inclined condition, your L equal to M equal to N ആണ്, and that value is 1/√3. അതാണ് ഇവിടെ ട്രിക്കി ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വളരെ ട്രിക്കി ആയിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ, ഒരു കേസ് നമുക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈക്വലി ഇൻക്ലൈൻഡ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ ഈക്വലി ഇൻക്ലൈൻഡ് ആണെങ്കിൽ L value is equal to M value is equal to N value, which is equal to 1/√3. Okay, so your equation is 1/√3, 1/√3 and 1/√3, right? ഇവിടെ എല്ലാ വാല്യൂസും കിട്ടി. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഓൾറെഡി നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫോമിലേക്ക് തന്നെ ഈ ക്വസ്റ്റ്യൻ വന്നു. ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഡയറക്റ്റ് ഇക്വേഷൻസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ. ഓക്കെ, സോ ദ ബേസിക് സ്റ്റെപ്സ് ഞാൻ പറയാം. ഫോർ എ സ്ട്രെസ് ആക്ടിംഗ് ഓൺ ആൻ ആർബിട്രറി പ്ലെയിനിന്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ യുവർ ബേസിക് സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു, ഞാൻ പറയാണ്, ഡിറ്റർമിൻ റിസൾട്ടന്റ് സ്ട്രെസ്. ഓക്കെ, റിസൾട്ടന്റ് സ്ട്രെസ് sigma r using the relationship sigma p x² plus sigma p
y square plus sigma p z square. Okay, അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ your second step is to find the normal stress. Okay, determine the normal stress. Sigma pn കണ്ടുപിടിക്കുക. L square sigma xx plus m square sigma yy plus n square sigma zz plus 2mn tau xy plus 2lm tau xy 2mn tau yz plus 2nl tau zx. Okay, on solving you will get sigma pn value, and finally find tau ps using the relationship sigma r square minus sigma p n square വെച്ചിട്ട് വാല്യൂ കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക്. ഇന്ന് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക, ഈക്വലി ഇൻക്ലൈൻഡ് കണ്ടീഷനിൽ പ്രോബ്ലം സോൾവ് ചെയ്യുക ആൻഡ് ഫൈൻഡ് ദ സൊല്യൂഷൻ, and then come tomorrow we'll check the answer. Okay, we'll check the answer and we'll continue with the concept of normal stress. Okay, അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് പോകാം. ഓക്കെ, ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറഞ്ഞൊരു പുതിയൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ പോകാം. അത് നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു കൺസെപ്റ്റ് ആണ്. എന്താണ് പ്രിൻസിപ്പൽ സ്ട്രെസ്, എന്താണ് പ്രിൻസിപ്പൽ സ്ട്രെയിൻ എന്നൊക്കെയുള്ള കൺസെപ്റ്റ് നമുക്ക് പിന്നീടും ഒരുപാട് സ്ഥലങ്ങളിൽ ആവശ്യമുള്ള കൺസെപ്റ്റുകളാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, സോ ഇത് ചെയ്യണം, ഈ പ്രോബ്ലം എന്തായാലും സോൾവ് ചെയ്യുക and then meet you. Okay, and then come tomorrow with the solution. Right. Okay, so fine. Thank you. Thank you.